പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തയേശുവിൽ കാക്കും. നോക്കി, എത്ര നല്ലൊരു വാക്യം അവിടെ പറയുന്നത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. സകല ബുദ്ധിയും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിനവുകളെയും കാക്കുമെന്ന, ക്രിസ്തയേശുവിൽ കാക്കുമെന്നാണ് ആ വചനം അവിടെ പറയുന്നത്. പ്രിയരെ, ശ്രദ്ധിച്ച് ഇവിടെ അതിൻ്റെ ആ വാക്യത്തിൻ്റെ 7-ാം വാക്യത്തിൻ്റെ 1-ാം വാക്ക് തന്നെ പറയുന്നത് എന്താ? എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. സകല ബുദ്ധിയെയും കവിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്. പക്ഷേ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ എന്താണ് അവിടെ പറയുന്നത്? എന്നാൽ എന്ന് പറയുന്നത് കേട്ടോ. ആമേൻ. ആ എന്നാൽ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ 6-ാം വാക്യത്തിലേക്ക് വരണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പം ആ 6-ാം വാക്യം കഴിഞ്ഞിട്ടാണ് 7-ാം വാക്യത്തിൽ പറഞ്ഞത് എന്നാൽ എന്ന് വെച്ചാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ ഒന്നിനെക്കുറിച്ചൊന്നും വിചാരപ്പെടാതിരിക്കുന്നത് എങ്ങനെ? ഒത്തിരി വിചാരപ്പെടേണ്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? ഒത്തിരി ഭാരപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? ഒത്തിരി സങ്കടപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, ആ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ, ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങളെ ഒന്ന് അറിയിച്ച് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തരും. എല്ലാ ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ ദൈവം നിറയ്ക്കും, ദൈവം സഹായിക്കും. പ്രാർത്ഥനയാണ് ദൈവിക സമാധാനത്തിലേക്ക് നമ്മെ നടത്തുന്നത്. ആകയാൽ പ്രാർത്ഥിക്കുന്നവരായി തീരാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ. God bless you.